Hello people, welcome back to part 2. അപ്പോൾ നമ്മൾ നേരെ ഫെയർവെൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. So this is the place. It's such a aesthetic place actually. I really liked the whole vibe there. It's all green and all. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഈ ഒരു സ്പേസ് എനിക്ക് നല്ല ഇഷ്ടമായി ബിക്കോസ് അവിടെ നമ്മുടെ സീനിയേഴ്സിന്റെ ഒക്കെ പോളറോയിഡ് ഫോട്ടോസ് ഒക്കെ അവിടെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അഗെയിൻ ഓഡിറ്റോറിയം വാസ് നീറ്റ്ലി ആൻഡ് ഡീസെന്റ്ലി അറേഞ്ച്ഡ്. മൊത്തത്തിൽ സെറ്റപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്ലീൻ സ്പേസ് ആയിരുന്നു. ഓൾസോ ഇറ്റ് വാസ് റിയലി ഗുഡ് ലുക്കിംഗ്. പിന്നെ അവിടെ കുറെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് നല്ല മൊത്തത്തിലൊരു എൻവയൺമെന്റ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ലൈക്ക് ഇറ്റ്സ് ഓൾ ദോസ് കാം കോസി എൻവയൺമെന്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ കൂടെ വന്ന 4 ആൾക്കാരെ കണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ തപ്പി പോയപ്പോഴാണ് ദീസ് പീപ്പിൾ വെയർ ഒബ്സെസ്ഡ് വിത്ത് ദിസ് മിറർ. ഐ ഗെസ് മിറർ ഉണ്ട് നമ്മളാരും വെറുതെ വിടില്ലല്ലോ. പിന്നെ ഒരു കാര്യമില്ലാത്ത വെറുതെ നമ്മൾ ഫിറ്റ് ചെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേറ്റ് നമ്മൾ നേരെ പോയി നമ്മളെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സീനിയേഴ്സ് എത്തിയിട്ടില്ല ബിക്കോസ് അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞ മാതിരി വിചാരിച്ച മാതിരി എല്ലാവരും വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. 4 മണിന്റെ പ്രോഗ്രാമിന് എല്ലാവരും വന്ന് എത്തി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറിയായി സ്വാഭാവികം അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബ്യൂട്ടിഫുൾ ആതിര കൈലാസ് എന്ന് പറഞ്ഞ കൊച്ചാണ് പാട്ട് പാടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സീനിയേഴ്സിന് ഒരു പണി കൊടുത്താലോ. പണിയൊന്നുമല്ലോ കേട്ടോ, ഒരു ഫ്രണ്ട്ലി ഫൺ മൊമെന്റ്സ് വിത്ത് ദി സീനിയേഴ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവർക്ക് കൊടുത്ത പണി ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒരു ഡബ് സ്മാഷ് മതി കേട്ടോ. നമ്മളൊരു വീഡിയോ കാണിച്ചു കൊടുക്കും, ഇവരനുസരിച്ച് ലിപ്സിങ് ചെയ്യണം. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഫൺ ടാസ്കിന് ശേഷം സെക്കൻഡ് ഫൺ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സീനിയർ ചേച്ചിനെ വിളിച്ചു ആൻഡ് ദെൻ ചേച്ചി ക്യാൻ പ്രപ്പോസ് എനി വൺ ഷീ ലൈക്ഡ്. അപ്പോൾ ചേച്ചി ചോസ് ദിസ് ജൂനിയർ ചെക്കൻ ആക്ച്വലി. അങ്ങനെ സോ ദ സീനിയർ വാസ് പ്രപ്പോസിങ് ഹിം സേയിങ് സംതിങ്. അതൊന്നും നമ്മളിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതൊക്കെ കമോൺ, അതൊന്നും നമ്മൾ കാണിക്കത്തില്ല. അപ്പം അങ്ങനെ മണ്ണും ചാടുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ മാതിരി കൊച്ചു പെണ്ണിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. സോറി വലിച്ചുകൊണ്ടാണ് പോയത്, എടുത്തോണ്ടല്ല. അപ്പോൾ എനിവേസ് ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് ഈ ടാസ്ക് ഒക്കെ നമ്മളിങ്ങനെ കൃത്യമായി കൊടുക്കുന്നതെന്ന്. കൃത്യമായി കൊടുക്കല്ല, ഒരു ബോൾ ഉണ്ടാവും, അതിങ്ങനെ പാസ് ചെയ്തിട്ട് ആരുടെ കയ്യിലാണോ ലാസ്റ്റ് അത് ഇരിക്കുന്നത് അവർക്കായിരിക്കും പണി കിട്ടുന്നത്, ഐ മീൻ ടാസ്ക് കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടമുള്ള ആരെയിലൊക്കെ കൂടെ ഒരു ഗ്രൂപ്പ് സോങ് പാടണമെന്നായിരുന്നു. അവർ നല്ല വണ്ടർഫുള്ളായി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഓൾ ഗുഡ്, നല്ലായിരുന്നു. പിന്നെ അങ്ങനെ ടാസ്ക് മാത്രം കൊടുത്താൽ വരല്ലോ, നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കാണണ്ടേ. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് തന്നെ കുറേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറേ ബാച്ചസ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഓരോരോ ഐറ്റം വെച്ചിട്ട് dances ഉണ്ടായിരുന്നു and it was really good to see them dance very nicely. We had a great time seeing them and my favorite out of all the dances were this one. അങ്ങനെ സീനിയേഴ്സ് മാത്രം ഡാൻസ് കളിച്ചാൽ പോരല്ലോ, നമ്മളും അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ടീമിന്റെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ കുറേ പെർഫോമൻസും കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 3 മിനിറ്റിൽ എന്തായാലും ഒതുങ്ങൂല. ഒരു 5 മിനിറ്റിന് വീഡിയോ ആയിട്ട് ഞാൻ മാറ്റേണ്ടി വരും. പിന്നെ DJ ഇല്ലാതെ എന്ത് പാർട്ടിയില്ലേ. അങ്ങനെ നമ്മുടെ ഫെയർവെൽ പാർട്ടി ഒരു DJയും കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. പിരിഞ്ഞില്ല, ആക്ച്വലി ഹോസ്റ്റലിൽ കഴിക്കുന്നതുകൊണ്ട് കേട്ടതുകൊണ്ട് നമ്മൾ സെൻറ്ററിന്റെ വീട്ടിൽ പോയി ഒരു ചിന്ന സ്ലീപ്പ് ഓവർ ആക്കി.